Hello dear students, welcome back to Future Plus Academy. Srinarana Guru Open University second semester BA English students in the Introduction to Mass Communication ennulla paper inde prediction live aanu nammal innu discuss cheyan povunathu. So exam nu varan sadhyadayulla korchu questions 10 questions aanu. 10 questions ennu parayumbo adile one word undu, adupole thanne short answer undu, essay questions undu. Idinte ellam koodi oru mix aanu nammal innu discuss cheyan povunnu ട്ടോ. So welcome all of you to this live session. Already nammal Introduction to Literature genre inde അതുപോലെ തന്നെ മറ്റൊരുപാട് സബ്ജക്റ്റിന്റെ ഒക്കെ പ്രഡിക്ഷൻ ലൈവ് നമ്മൾ ചെയ്തു. പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ തന്നെയാണ്, വന്നിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ആ ലൈവിലും ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള പരീക്ഷയ്ക്ക് ഏറെ വരാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ആരും സബ്ജക്ട് മറക്കണ്ട. ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ, BA ഇംഗ്ലീഷുകാരുടെ ഒരു കോർ പേപ്പർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലൈവിന്റെ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിലും കൂടി ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻ ലൈവിന്റെ നോട്ട്സ്, ഈ പറഞ്ഞിട്ടുള്ള വൺ വേർഡ് ആയാലും ഷോർട്ട് ആൻസർ ആയാലും എസ്സേ ആയാലും ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആരും ആ ലിങ്കിൽ ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ. അതായത് ഇനിയും ഒരുപാട് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് മലയാള സാഹിത്യം അതുപോലെ തന്നെ പരീക്ഷകൾ ഒരുപാട് ഇനിയും വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ ഈ ക്രാഷ് കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്ലസ് നമ്മൾ സൂമിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ലൈവും പിന്നെ PYQ ലൈവ് സെഷൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ മാസ് കമ്മ്യൂണിക്കേഷൻ പേപ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഏകദേശം 6 ബ്ലോക്കുകളിലായിട്ടാണ് ആ ഒരു പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കുറച്ച് കമ്പാരിറ്റീവ്ലി ലിറ്റററി ജോണറിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറച്ച് അധികം യൂണിറ്റ്സും ബ്ലോക്സും ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഈസി ആണ് അല്ലെ? ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. സോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ എയിലുള്ളതാണ്. ദാറ്റ് ഇസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. വൺ വേർഡ് ഓർ റൈറ്റ് ഇൻ ഫസ്റ്റ് വൺ സെന്റൻസ് അല്ലെങ്കിൽ 1 or 2 സെന്റൻസ് ആണ് ക്വസ്റ്റ്യൻ. സോ ഹൂ ഈസ് എ സെൻഡർ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഹൂ ഈസ് എ സെൻഡർ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കോമ്പോണന്റ് ആണ്, എലമെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സെൻഡർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ ആൻസർ എങ്ങനെയാ ഉണ്ടാവുക? സെൻഡർ ഇസ് ദ പേഴ്സൺ ഓർ എൻറ്റൈറ്റി ഹു ഇനീഷ്യേറ്റ്സ് ട്രാൻസ്മിറ്റ്സ് എ മെസ്സേജ് ടു ദ റിസീവർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്നുള്ളതില് ആ ഒരു പ്രോസസ്സിലെ ആദ്യത്തെ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? സെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, among persuasion and propaganda who has a positive connotation of fairness and openness എന്ന് പറയുന്നു. ഓക്കെ, 2 കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ പെർസ്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേമും പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞിട്ടൊരു ടേമും തന്നിട്ടുണ്ട്. ഈ പെർസ്വേഷനിലും പ്രൊപ്പഗാൻഡയിലും ഏതാണ് പോസിറ്റീവ് കൊണോട്ടേഷൻ ഉള്ള ഒരു ഇത് ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് പെർസ്വേഷൻ ആണ്. സോ പെർസ്വേഷൻ ഹാസ് എ പോസിറ്റീവ് കൊണോട്ടേഷൻ ഓഫ് ഫെയർനെസ് ആൻഡ് ഓപ്പൺനെസ് ആസ് ഇറ്റ് വർക്ക്സ് കൺവിൻസിങ് അതേഴ്സ് ത്രൂ റീസൺ ആൻഡ് റെസ്പെക്ട് ഫോർ ദിയർ വ്യൂസ് എന്ന് പറയുന്നത്. അതായത് പെർസ്വേഷനും പ്രൊപ്പഗാൻഡയും എന്ന് പറഞ്ഞ 2 ടേം നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ഫെയർനെസ് ഉള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കൊണോട്ടേഷൻ ഉള്ള ടേം ഏതാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. സോ ദ ആൻസർ ഇസ് പെർസ്വേഷൻ എന്നുള്ളതാണ്. പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന സമയത്ത് അതിന് അവിടെ ഒരു ഫാൾസിറ്റി അല്ലെങ്കിൽ ഒരു ഫാൾസ് ഷെയ്ഡ് നമുക്ക് പ്രൊപ്പഗാൻഡയിൽ കാണാൻ പറ്റും അല്ലെ. അപ്പൊ പെർസ്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ള കോമ്പോണൻസിൽ തന്നിട്ടുള്ള ടേമുകളിൽ വിച്ച് ഇസ് മോർ ഫെയർനെസ് ആൻഡ് ഓപ്പൺനെസ് എന്നുള്ളത് പോസിറ്റീവ് സൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽ ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുന്ന. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽ ഏതാണെന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ഒരു ഇതില് ZTV ആണ്. 1992 ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള ZTV ആണ് ഫസ്റ്റ് പ്രൈവറ്റ് ചാനൽ എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ 2025 നിൽക്കുമ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് അല്ലെ, പ്രൈവറ്റ് ചാനലുകളുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ZTV, വിച്ച് വാസ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ 1992.
ഓക്കെ, അപ്പം ZTV എന്താണെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ZTV ബ്രോഡ്കാസ്റ്റ് ചെയ്ത വർഷം ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കാം. ദാറ്റ് ഇസ് 1992. റൈറ്റ് പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് മീഡിയ ഗ്ലോബലൈസേഷൻ ഓൺ സൊസൈറ്റി. ഈ ഒരു മീഡിയ ഗ്ലോബലൈസേഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ മീഡിയ ഗ്ലോബലൈസേഷൻ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ഇമ്പാക്റ്റ് ആണ് മീഡിയ ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. വളരെ വളരെ ഡൈവേഴ്സ് ആയിട്ടും കൾച്ചറൽ ആയിട്ടും ഉള്ള പല കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വളരെ ഡീപ്പായിട്ട് അറിയാനുള്ളൊരു എയിം ആരുണ്ടാക്കി തന്നിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള മീഡിയ ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ പല സംസ്കാരത്തെ കുറിച്ചും പല സാഹചര്യങ്ങളെ കുറിച്ചും പല നാടിനെ കുറിച്ചും പല ഭക്ഷണത്തെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഈ മീഡിയ ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല, വിച്ച് ഇസ് ഇൻ എ പോസിറ്റീവ് നോട്ട് അല്ലെ. ഒരു പോസിറ്റീവിലാണ്, ഒരു പോസിറ്റീവ് സൈഡിലാണ് ഈ പറഞ്ഞിട്ടുള്ള മീഡിയ ഗ്ലോബലൈസേഷൻ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുള്ളത്. വിച്ച് പ്രൊമോട്ട്സ് ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, സോ അതൊരു തമ്മിൽ ഒരു ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പ്രൊപ്പഗാൻഡ ഇൻവോൾവ് സ്പ്രെഡിങ് ലൈസ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ടൈപ്പ് ഓഫ് പ്രൊപ്പഗാൻഡ ദാറ്റ് ഇൻവോൾവ് സ്പ്രെഡിങ് ലൈസ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ ഇസ് കോൾഡ് ബ്ലാക്ക് പ്രൊപ്പഗാൻഡ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടോ, പ്രൊപ്പഗാൻഡ എന്നുള്ളൊരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഇസ് പ്രൊപ്പഗാൻഡ എന്ന് ചോദിക്കാം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. നേരത്തെ പെർസ്വേഷനും പ്രൊപ്പഗാൻഡയും ചോദിച്ചിട്ട് അതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഏതാണ് ഒരു ഫെയർനെസ് അല്ലെങ്കിൽ പോസിറ്റീവ് റോൾ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞു പെർസ്വേഷൻ ആണ് വെൽ കമ്പയറിംഗ് ടു പ്രൊപ്പഗാൻഡ. സോ ഇവിടെ പ്രൊപ്പഗാൻഡ ഇൻവോൾവ് സ്പ്രെഡിങ് ലൈസ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ എന്നുള്ളത് ചോദിച്ചപ്പോൾ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രൊപ്പഗാൻഡിനെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ തന്നെ കള്ളത്തരങ്ങളോ ഫേക്ക് ന്യൂസുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന, ഫേക്ക് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രൊപ്പഗാൻഡയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഇസ് ബ്ലാക്ക് പ്രൊപ്പഗാൻഡ. ഓക്കെ, ബ്ലാക്ക് പ്രൊപ്പഗാൻഡ എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇസ്, അപ്പൊ ഇത്രയാണ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാം. ഇതിലിപ്പോ ഞാനിപ്പോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ വേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വളരെ കുറവാണ്. മറിച്ച് വാട്ട് ഇസ് എ സെന്റർ അങ്ങനെയുള്ള കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഇസ് FM ആൻഡ് വാട്ട് ഇസ് AM എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ മൂവിങ് ടു സെക്ഷൻ B, ദാറ്റ് ഇസ് ഷോർട്ട് ആൻസറിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് FM ആൻഡ് വാട്ട് ഇസ് AM എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതാണ് ഈ രണ്ടെണ്ണത്തിന്റെയും പ്രത്യേകത, അല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ രണ്ട് റേഡിയോ സിഗ്നൽ മോഡുലേഷൻ ആണ്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയോയിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് റേഡിയോ സിഗ്നൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള FM ഉം AM ഉം. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ, AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇത് നിങ്ങളോട് അബ്രീവേഷൻ ആയിട്ടും ചോദിക്കാം. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും ചോദിക്കാം കേട്ടോ. എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും റേഡിയോ ട്രാൻസ്മിറ്റ് സിഗ്നൽസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലായിട്ടും നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ലെസ് ഇന്റർഫറൻസും നമുക്ക് ഉണ്ടാവുന്നത് വെൽ കമ്പയറിംഗ് ടു AM. അതാണ് ഈ പറഞ്ഞിട്ടുള്ള FM എന്ന് പറയുന്നത്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ഇറ്റ് ഇൻവോൾവ്സ് വേരിയിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ wave to encode audio signals. AM signals are more susceptible to interference but are often used to talk radio and long distance transmission. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു കാരിയർ വേവ് ആണ്. ദാറ്റ് ഇസ് എൻകോഡ് ഓഡിയോ സിഗ്നൽസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഈ AM എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽസ് കൂടുതലായിട്ടും റേഡിയോ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ സാധാരണ ക്ലബ് FM, റേഡിയോ മാംഗോ എന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. ദാറ്റ് ഇസ് FM എന്ന് പറയുന്നത്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നു. അടുത്തത് ഡിഫൈൻ വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിഫൈൻ വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെസ്ലി മാക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ 1957 അത് എന്താണെന്നുള്ളതാണ് നിങ്ങളോട് ചോദ്യം. അപ്പൊ നമുക്ക് കുറെ കൈൻഡ് ഓഫ് മോഡൽ നമ്മൾ പഠിക്കുന്നുണ്ട്. SMCR മോഡലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ ലീനിയർ മോഡൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് വെസ്ലി മാക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ നമ്പർ 7 ചോദിച്ചിട്ടുള്ളത്.
എന്താണ് വെസ്ലി, എന്താണ് മാക്ലിൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അതിൻ്റെതായിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്, അതിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്ലി മാക്ലിൻ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് അറിയാം? ദാറ്റ് ഈസ് ഒരു ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഈ ദിസ് വെസ്ലി മാക്ലിൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ട്രഡീഷണൽ സ്റ്റൈല് അവർ ഫോളോ ചെയ്യുന്നില്ല, കുറച്ചും കൂടി ഒരു പുതിയതായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. സാധാരണ നമ്മൾ SMCR മോഡലിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? സെന്റർ ഉണ്ടാകും, അങ്ങനെ ഇതാക്കും, പിന്നെ അതിൽ ചാനല്, മീഡിയം അല്ലെ, മീഡിയം, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റിസീവർ, ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഒരു ലീനിയർ മോഡലിലേക്കാണ് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനെ കൊണ്ട് ചെന്ന് എത്തിക്കുക. ഈ പറഞ്ഞിട്ടുള്ള SMCR മോഡലും അതുപോലെ തന്നെ ട്രഡീഷണൽ മോഡലും. പക്ഷേ വെസ്ലി മാക്ലിൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിങ്ങളോട് എക്സാം ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഊന്നി പറയേണ്ടത്. നമ്പർ 1, ദിസ് ഇസ് നോട്ട് എ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്നുള്ളതും അല്ലെങ്കിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും. 2, ഒരു ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കുലർ മോഷനിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള സെന്റർ റിസീവർ അങ്ങനെ പോയി ലാസ്റ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു വരുമ്പോൾ തിരിച്ച് അത് സെന്ററിലേക്ക് തന്നെ എത്തുന്നു. ആൻഡ് മോർ ഓവർ ഇതിൽ വേറൊരു പോയിന്റും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് സെന്ററും റിസീവറും ഇതിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ സാധാരണ ഇവിടെ ഒരു സെന്റർ ഉണ്ടാവും, ഇവിടെ റിസീവർ ഉണ്ടാവും. ഈ രണ്ട് വ്യക്തികൾ മാത്രമേ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള വെസ്ലി മാക്ലിൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ടിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ടോ സെന്ററും റിസീവറും അവിടെ എന്താണ് പ്രസന്റ് ആണെന്ന് പറയും. സോ ദിസ് മോഡൽ ഷോക്കേസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ പെർട്ടിക്കുലർലി ഇൻ മാസ് മീഡിയ എൻവയോൺമെന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, സോ മാസ് മീഡിയ എൻവയോൺമെന്റ്സിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. the flow of messages not one direction but rather fluid and dynamic. കുറച്ചും കൂടി ഫ്ലൂയിഡ് ആയിട്ടാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് അഡ്വർടൈസിങ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്? നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണ് നിങ്ങൾ ഒരാൾ വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കും. ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഡെഫിനേഷൻസ് ഒന്നും പരീക്ഷയ്ക്ക് വരുന്നില്ല എന്ന് വിചാരിക്കുക. ഒരാളെ ഇതിന്റെ ഫീച്ചേഴ്സും മറ്റേതൊക്കെ പറഞ്ഞ് നമ്മൾ പെർസ്വേഡ് ചെയ്ത് അയാളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാൻ എടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങളൊന്ന് സെന്റൻസ് ആക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് അഡ്വർടൈസിംഗ് എന്ന് ചോദിക്കുമ്പോൾ അഡ്വർടൈസിംഗ് ഇസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്പർ 1 പോയിന്റ് എന്താണ്? അഡ്വർടൈസിംഗ് ഇസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മാർക്കറ്റ്സ് പ്രൊഡക്റ്റ് സർവീസസ് ഐഡിയാസ് ആൻഡ് ബ്രാൻഡ്സ് ടു ടാർഗറ്റ് ഓഡിയൻസ്. ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐഡിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദിസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടിപ്പിക്കലി പെയ്ഡ് ഫോർ ആൻഡ് ഡെലിവേർഡ് ത്രൂ വേരിയസ് മീഡിയ ചാനൽസ്. നമ്മളിത് ഒരുപാട് മീഡിയ ചാനൽസിലൂടെയൊക്കെയാണ് നമ്മളിതിനെ പേ ചെയ്യുന്നത്. സച്ച് എ ടെലിവിഷൻ, റേഡിയോ, പ്രിന്റ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഔട്ട്ഡോർ ഡിസ്പ്ലേസ്, ഇതിലൂടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസിങ് നമുക്ക് ഇതാക്കാൻ പറ്റും. സോ ദ ഗോൾ ഫോർ അഡ്വർടൈസിങ് ഇസ് ടു പെർസ്യൂഡ് ഓർ ഇൻഫോം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ഇൻഫ്ലുവൻസിങ് their purchasing decision, raising brand awareness or encouraging particular actions such as signing up for a service or attending an event. And advertising employs various strategies including emotional appeal, endorsement and persuasive messaging to engage and motivate the audience എന്ന് പറയുന്നു. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് അഡ്വർടൈസിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും ഒരു ബ്രാൻഡിന്റെ അവയർനെസ് അല്ലെ. ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമ്മൾ എങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് സെഷനിലൂടെയും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഫ്യൂച്ചർ പ്ലസിന്റെ ആഡ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ പർട്ടിക്കുലർലി ഇന്ന കോഴ്സുകളാണ് നമ്മൾ ഇവിടെ ക്ലാസ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരാളെ കൊണ്ട് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാകും അല്ലെ. ഈ ടാർഗറ്റ് ഓഡിയൻസിന് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സാധനം സെല്ല് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ, അത് നമ്മൾ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, അഡ്വർടൈസ്മെന്റ് ആയി മാറുന്നത്. ക്ലിയർ? ഓക്കെ, സോ അഡ്വർടൈസ്മെന്റ് എന്താണെന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒന്ന് തന്നെയാണ് പബ്ലിക് റിലേഷൻസ് എന്താണെന്നുള്ളത്. ഗിവ് യുവർ ഡെഫിനിഷൻ ഫോർ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻ ഇസ് എ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ദാറ്റ് builds and maintains positive relationship between an organization and its various publics, including customers, employers, investors, media, and general public. PR involves managing the spread of information, shaping the public perception, and fostering a favorable image through various channels such as media coverage, events, social media, and community outreach. എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് റിലേഷൻ? പബ്ലിക് റിലേഷൻ PR എന്ന പേരിലും കൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. എന്തിന്? നമ്മളും പറഞ്ഞിട്ടുള്ള പബ്ലിക്സും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സും പബ്ലിക്സും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ആ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാക്കുന്നതിനാണ് നമ്മൾ പബ്ലിക് റിലേഷൻസ് എന്ന് പറയാം. സോ PR എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യും എന്ന് പറയാം. ഒന്ന്, സ്പ്രെഡിങ് ഓഫ് ഇൻഫർമേഷൻ, പിന്നെ ഷേപ്പിംഗ് പബ്ലിക് പെർസെപ്ഷൻ. ഈ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇപ്പൊ എന്താണെങ്കിലും ഒരു ഓഫീസ് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് സമൂഹത്തിന് അറിയിക്കുക. രണ്ട്, ആ ഓഫീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ പല മീഡിയ കവറേജിലൂടെയും ഈ ഒരു പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഹൈപ്പ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാം. ഇതൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പും കൂടി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലുണ്ട്. ഏതില്? പബ്ലിക് റിലേഷനിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ പറയുന്നു. സോ ദ ഗോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഇസ് ടു ക്രിയേറ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ട്രസ്റ്റ് ആൻഡ് ഗുഡ് വിൽ ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഓക്കെ, അടുത്തത് ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, ഇവാലുവേറ്റ്സ് ഇറ്റ്സ് പ്രോസസ് ആൻഡ് വേരിയസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ അതൊരു essay ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്നോട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതി വന്നിട്ട് ഒരുപാട് കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ essay ക്വസ്റ്റ്യന് എഴുതാന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു അല്ലെ. അവർ പറഞ്ഞു എന്നോട്, നമ്മളെ സ്റ്റുഡൻസ് പറഞ്ഞതാണ്, 50% സ്റ്റുഡൻസ് കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞതാണ് essay ക്വസ്റ്റ്യൻ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, essay ക്വസ്റ്റ്യൻ ആയിരുന്നു കുറച്ചും കൂടി കടികട്ടിയായിട്ട് തോന്നുന്നത്, എഴുതാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചും കൂടി essay ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കംപ്ലീറ്റ് essay ക്വസ്റ്റ്യൻ, അത് പല ഘട്ടങ്ങളിലായിട്ട് എങ്ങനെയാണ് ഒരു essay ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളൊരു കാര്യം കൂടി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സോ ശ്രദ്ധിക്കുക. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ത്രൂ വേരിയസ് മെത്തേഡ്സ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഇവാലുവേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതും കമ്മ്യൂണിക്കേഷന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാനും ഒരു ഏറ്റവും ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐഡിയാസും ഫീലിംഗ്സും തോട്ട്സും മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ വേരിയസ് മെത്തേഡ്സിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇൻക്ലൂഡിംഗ് വെർബൽ, നോൺ വെർബൽ, റിട്ടൺ ആൻഡ് ആസ് ആൻ എസെൻഷ്യൽ ഹ്യൂമൻ ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്, ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് ഫെസിലിറ്റേറ്റ് കോപ്പറേഷൻ. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇന്റൻഷണൽ ഓർ അൺഇന്റൻഷണൽ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റൻഷണൽ ആവാം, അല്ലെങ്കിൽ അൺഇന്റൻഷണൽ ആവാം, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, ആൻഡ് ക്യാൻ ഒക്കർ ഇൻ വെറൈറ്റി ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രം ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ടു മാസ് മീഡിയ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർപേഴ്സണലും അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ടു മീഡിയ ബ്രോഡ്കാസ്റ്റ്. നമ്മൾ ഒരാളോട് മാത്രം ഷെയർ ചെയ്യുന്നില്ല, ഇന്റർപേഴ്സണലും ഉണ്ട്, ഇൻട്രാപേഴ്സണലും ഉണ്ട്, എല്ലാം കൂടി ഉള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് പല കോണ്ടെക്സ്റ്റിലൂടെ ആവാം. അപ്പൊ നമ്മളോട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന മാത്രമല്ലല്ലോ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സോഷ്യൽ മീഡിയയിലോട് വേറെ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് ചെയ്യുന്നതും എല്ലാം ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ വെറൈറ്റി ഓഫ്, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് വേരിയസ് മെത്തേഡ്സിലൂടെ നമ്മൾ ഇതാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ ആക്ച്വലി പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്, വെദർ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ബിസിനസ് ഓർ പബ്ലിക് സ്ഫിയേഴ്സ്. Communication plays a vital role in shaping experience, resolving conflicts and establishing common goals എന്ന് പറയുന്നു. ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ പല രീതിയിലാണെന്ന് പറയുന്നത്. പേഴ്സണൽ റിലേഷൻഷിപ്പിലായാലും ബിസിനസ്സിലായാലും പബ്ലിക് സ്ഫിയേഴ്സിലായാലും എല്ലാത്തിലും കമ്മ്യൂണിക്കേഷൻ ഒരു പർട്ടിക്കുലർ ഷെയറിംഗ് എക്സ്പീരിയൻസ് അതിലുണ്ട്. അതിൽ തന്നെ
നമ്മളിപ്പോ എന്താ രണ്ടാളോട് ഇപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഐഡിയാസും തോട്ട്സും ഫീലിങ്സും ഒക്കെ ഒരാളോട് ഷെയർ ചെയ്യുക. എല്ലാ സമയത്തും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഡിയാസും തോട്ട്സും ഫീലിങ്സും മാത്രമാണോ? അല്ല. നേരെ മറിച്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ, അത് റിസോൾവ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് തീർക്കണം. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ പറയുന്നു. അതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ് ഒരു കോമൺ ഗോള് നമ്മളവിടെ ഈ പറഞ്ഞിട്ടുള്ളതിന് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് കീ ടു സക്സസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കീ ടു സക്സസ് എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നതും എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാണ്ട് നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ SMCR മോഡൽ എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലിമെന്റ്സ് ഈ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ബിഗിൻസ് വിത്ത് സെൻഡർ ഹു ഹാസ് an idea, thought, message to convey. The sender is responsible for initiating the communication by encoding the message in a form that is understandable to the receiver. അടുത്തത് മെസ്സേജ് ആണ്. അപ്പൊ ആദ്യത്തെ എന്താ മക്കളെ വരിക? സെൻഡർ വരും, പിന്നെയാണ് മെസ്സേജ് വരിക. കേട്ടോ, ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് പോകണം. ഈ പറഞ്ഞിട്ടുള്ള എലിമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് ഏതിലാണത്? പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് പറയുന്നത്. അപ്പൊ സെൻഡർ എന്ന് പറയുന്നത് ആദ്യത്തെ ആളാണ്. നമ്മൾ നേരത്തെ വൺ വേർഡിൽ പറഞ്ഞു, ആദ്യത്തെ ആളാണ്. ഇയാളാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് പേഴ്സൺ, ദിസ് സെൻഡർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേറ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ. ഇയാളാണ്. അപ്പൊ ഞാനാണ് നിങ്ങളോട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് വന്നത്, പ്രഡിക്ഷൻ ലൈവ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. നിങ്ങൾ ആക്ച്വലി ദ അതർ സൈഡിൽ നിന്ന്, റിസീവർ സൈഡിൽ നിന്ന് നിങ്ങൾ കേൾക്കുകയാണ്. സോ ദിസ് കമ്മ്യൂണിക്കേഷൻ ബൈ എൻകോഡിംഗ് ദ മെസ്സേജസ് ഫോം ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ റിസീവർ എന്ന് പറഞ്ഞു. അപ്പോൾ സെൻഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ദ വെരി ഫസ്റ്റ് മെസ്സേജ് കൺവേ ചെയ്യുന്ന ആളാണ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേറ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബൈ എൻകോഡിംഗ് ദ മെസ്സേജ് ഇൻ ദ ഫോം ഓഫ് ദ റിസീവർ, അണ്ടർസ്റ്റാൻഡബിൾ റിസീവർ എന്നുള്ളത്. ഓക്കെ, അടുത്തത് മെസ്സേജ് ആണ്. അപ്പൊ ഈ സെൻഡർ എന്താണ് പാസ് ചെയ്യുന്നത്? എന്തോ ഒരു സാധനം പാസ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? മെസ്സേജ് ആണ്. സോ ദ മെസ്സേജ് ഇസ് ദ കോർ കണ്ടന്റ് ദാറ്റ് സെൻഡർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇറ്റ് ടേക്ക് മെനി ഫോംസ് ഇൻക്ലൂഡിംഗ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ്, ജെസ്റ്റേഴ്സ് എല്ലാം. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, ഈ പറഞ്ഞിട്ടുള്ള എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഇത് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദാറ്റ് ഇസ് എ മെസ്സേജ് അല്ലെ. അപ്പൊ എനിക്ക് എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെസ്സേജ്. അപ്പൊ ഈ മെസ്സേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെർബൽ ഫോം ആവണമെന്നില്ല, അത് സ്പോക്കൺ ആവാം, റിട്ടൺ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ജെസ്റ്റേഴ്സ് വരെ ആവാം. ഓക്കെ, അടുത്തത് ഈ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ അടുത്ത നമ്പർ 3 പ്രോസസ്സിൽ പറയുന്നത് എൻകോഡിംഗ് ആണ്. സോ എൻകോഡിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ സെൻഡർ ട്രാൻസ്ലേറ്റ് their thoughts, ideas, emotions into a communicable form, be it words, symbols, body language or images. The sender must consider the receiver's background language and potential barriers when encoding the message എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു മെസ്സേജ് ആ ഒരു സെൻഡറിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊരു റിസീവർക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ നമ്മുടെ റിസീവറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. മെസ്സേജ് എൻകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഈ മെസ്സേജ് ഒരു ഈ പറഞ്ഞിട്ടുള്ള സെൻഡർ വന്നു, മെസ്സേജ് അയച്ചു, എൻകോഡ് വന്നു. ഇനി നമ്മൾ ഇതൊരു ചാനലിലൂടെ പോകണം, ഇത് റിസീവറിലേക്ക് എത്തണം. ആ പോകുന്ന വഴി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാനൽ എന്ന് പറയുന്നത്. സോ ദ ചാനൽ ഇസ് എ മീഡിയം ത്രൂ വിച്ച് ദ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ്. ഇറ്റ് ക്യാൻ ബി ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ടെലിഫോൺ കോൾസ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, റിട്ടൺ ഡോക്യുമെന്റ്സ് എക്സെട്ര. ദ ചോയ്സ് ഓഫ് ചാനൽ ക്യാൻ ഇമ്പാക്ട് എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെസ്സേജ് ടൈപ്പ് എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് കോൾഡ് എസ് ചാനൽ എന്ന് പറയുന്നു. ഇപ്പൊ ഇതൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്താണെങ്കിലും അതിൽ പല രീതിയിലുള്ള ചാനൽസ് ഉണ്ടാവും. ടെലിഫോണിക് കോൾസ്, ഇമെയിൽസ്, സോഷ്യൽ മീഡിയ, റിട്ടൺ ഡോക്യുമെന്റ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചോയ്സ് ഓഫ് ചാനൽ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഇമ്പാക്ട് ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് മെസ്സേജ് ടൈപ്പ് എന്ന് പറഞ്ഞു. അടുത്തത് റിസീവർ ആണ്. റിസീവർ എന്താണ്? ദ റിസീവർ ഇസ് ദ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഹു റിസീവ്സ് മെസ്സേജ് ഫ്രം ദ സെൻഡർ. ഓക്കെ, എന്താണ് റിസീവർ എന്ന് പറയുന്നത്? റിസീവർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണ് ഹു റിസീവ്സ് ദ മെസ്സേജ് ഫ്രം ദ സെൻഡർ. സെൻഡറിൽ നിന്ന് മെസ്സേജ് റിസീവ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസീവർ എന്ന് പറയുന്നത്. ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഡീകോഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക, സെൻഡർ ചെയ്യുന്ന ആ ഒരു ഇതെന്ന് വെച്ചാൽ എൻകോഡ് ആണ്. റിസീവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡീകോഡ് എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ പിന്നെ വരുന്ന 2 എലമെന്റ്സ് ആണ്, ഒന്ന് മെസ്സേജും ഒന്ന് ചാനലും. ഇത്രയാണ് അതിന്റെ ഇടയിൽ വരുന്നിട്ടുള്ളത്. ഓക്കെ, സോ റിസീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഹു റിസീവ്സ് എ മെസ്സേജ്
message from the sender. സെൻഡറിൽ നിന്നും മെസ്സേജ് റിസീവ് ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പറഞ്ഞ പോലെ തന്നെ റിസീവർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അടുത്തത് ഡീകോഡിംഗ്. ഡീകോഡിംഗ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് ദ റിസീവർ ഇന്റർപ്രറ്റ്സ് ആൻഡ് മേക്സ് സെൻസ് ഓഫ് മെസ്സേജ്. Effective decoding depending on the receiver's knowledge, experience and ability to comprehend the symbols, language or signals used by the sender എന്ന് പറയുന്നു. Okay, so that is what we called as encoding, receiver എന്ന് പറയുന്നു. That is decoding. അടുത്തത് feedback ആണ്. Feedback is the response from the receiver that indicates whether the message was understood as intended. It can be verbal, non-verbal or written എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെൻഡർ, അത് കഴിഞ്ഞ് മെസ്സേജ്, പിന്നെ അതുപോലെ തന്നെ ചാനൽ, അത് എൻകോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസീവറിലേക്ക് വന്നു, റിസീവർ ഡീകോഡ് ചെയ്തു, ഫൈനലി ഈ സെൻഡർ അയച്ച മെസ്സേജിന് റിസീവറിൽ നിന്നും കിട്ടുന്ന ഒന്നിന്റെ പേരാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി വെർബൽ ആൻഡ് നോൺ വെർബൽ ഓർ റിട്ടൺ ഓർ വിച്ച് പ്രൊവൈഡ്സ് വാല്യൂബിൾ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് ഇത് നോയ്സ് എന്ന് പറയുന്നത്. അടുത്തത് അതിൽ വരുന്ന ചില ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു ടേം ഉപയോഗിക്കാറുള്ളൂ, ചിലവർ എഴുതാറില്ല. സോ നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റേണൽ ആയിട്ടോ ഇന്റേണൽ ആയിട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഉണ്ടാകുന്ന ഒരു ഇതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയാം. അതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, സൈക്കോളജിക്കൽ, സെമാൻറ്റിക്, ലാംഗ്വേജ് ഡിഫറൻസസ് എല്ലാം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞിട്ടുള്ള എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുന്നത് ഒരുപാട് കീ എലിമെന്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ടുഗെദർ ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പൊ അതിൽ സെൻഡറും റിസീവറും എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ രണ്ടുപേരുടെ പേര് പറയുന്ന സമയത്ത് ഒന്നാമത്തത് മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് ഈ പറഞ്ഞിട്ടുള്ള സെൻഡർ എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറഞ്ഞത് വൺ ഹൂ റിസീവ്സ് ദ മെസ്സേജിനെയാണ് നമ്മൾ എന്ത് പറയുക, റിസീവർ എന്ന് പറയുന്നത്. പിന്നെ മെസ്സേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെസ്സേജ് ഇസ് സെൻട്രൽ കണ്ടന്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. സെൻഡർ ഉണ്ടായിട്ടും റിസീവർ ഉണ്ടായിട്ടും കാര്യമുണ്ടോ? ഒരു മെസ്സേജ് ഇവിടുന്ന് സെൻഡറിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്ത് അത് എൻകോഡ് ചെയ്ത് റിസീവർ ഡീകോഡ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് അവിടെ അവിഭാജ്യ ഘടകമായിട്ട് വേണ്ട ഒരു സാധനം എന്താണ്, ദാറ്റ് ഇസ് ദ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഒന്ന് സെൻഡറും റിസീവറും അവിടെ മസ്റ്റ് ആണ്. പിന്നെ വരുന്നതാണ് മെസ്സേജ്. പിന്നെ ഈ മെസ്സേജ് പോവാൻ ഒരു ചാനൽ വേണം. അപ്പൊ ആ ഒരു മീഡിയം അല്ലെങ്കിൽ ആ ഒരു ചാനല്. പിന്നെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, എന്ത് ബേസ് ചെയ്തിട്ടാണ്, എന്ത് സിറ്റുവേഷൻ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ച്. പിന്നെ അവിടെ വരുന്ന ഒരു സംഭവമാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. എലിമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്ന സമയത്തും അതിൽ ഈ ഫീഡ്ബാക്ക് ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ചില മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ അതിനൊക്കെ ഫീഡ്ബാക്ക് ഉണ്ട്. സോ ഫീഡ്ബാക്ക് ഇസ് എ ക്രൂഷ്യൽ എലിമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് അലോസ് ദ സെൻഡർ ടു നോ വെദർ ദ മെസ്സേജ് ഹാസ് ബീൻ അണ്ടർസ്റ്റുഡ് കറക്ട്ലി. ഇറ്റ് ക്യാൻ ബി ഇമ്മീഡിയറ്റ് ഓർ ഡിലേഡ് ആൻഡ് ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് സച്ച് ആസ് വെർബൽ അക്നോളജ്മെന്റ്, ബോഡി ലാംഗ്വേജ് ഓർ ഫോളോ അപ്പ് ആക്ഷൻസ് എന്ന് പറയുന്നു. അടുത്തത് നോയ്സ്. നോയ്സ് ഇസ് an any factor that disturbs or hinders the transmission of a message. It can be external, internal or semantic എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിലും കൂടി വരുന്നതാണ്. ഇനിയാണ് ഇവാലുവേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഇവാലുവേഷൻ വിച്ച് ഇസ് നോട്ട് ഓൾവേസ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ്, എഫക്റ്റീവ് ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ, ഇതെല്ലാം നമ്മൾ ഇതിലൂടെ എന്താ പറയുക ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് പുവർ ആയിട്ടുള്ളൊരു എൻകോഡിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ടും റിസീവറിലേക്ക് ആ ഒരു മെസ്സേജ് എത്തില്ല എന്ന് പറയുന്നു. സോ ചില സമയത്ത് അതൊരു മിസ്ഇന്റർപ്രിട്ടേഷനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കളിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ചെവിയിൽ ഇവിടുന്ന് ഒരാൾ പറയുന്നു, അത് കേട്ട് അപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് വേറെ എന്തോ ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കളിയായിട്ടോ ഗെയിംസ് ആയിട്ടൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. സിമിലർലി അതാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് എൻകോഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ചില എക്സ്റ്റേണൽ വോയിസുകൾ കാരണമോ എന്തെങ്കിലും കാരണമായിരിക്കും ആ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ഒരു ഹഡിൽസ് വന്നിട്ടുണ്ടാവുക. സോ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ നോയ്സ്, ഒരു ലൗഡ് നോയ്സ് അവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രാക്ഷൻ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്സ് can also create challenges. Therefore, successful communication requires both the sender and receiver to actively work toward minimizing these barriers. Effective communication also depend on the context and the relationship between the sender and the receiver. ഈ ഒരു സെൻഡറിന്റെയും റിസീവറിന്റെയും തമ്മിലുള്ള ആ ഒരു കോണ്ടെക്സ്റ്റും റിലേഷൻഷിപ്സും ഓൾസോ മാറ്റേഴ്സ്, അല്ലെങ്കിൽ അതും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ ഇരുന്നു എന്നുള്ളത് പറയാ. സോ സെൻഡർ ഹൂ ഇസ് aware of the receiver's background, culture and language will be more successful in crafting a message that is clearly understood. Similarly, active listening and empathy from the receivers play a vital role in interpreting the message accurately. So conclusion, communication is a dynamic and ongoing process that requires careful attention to its various
various components. So the process involves the sender, message, encoding, channel, receiver, decoding, feedback, noise. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരിക്കലും മറക്കരുത് ഇതിന് എന്തെങ്കിലും ഒരു കോഡ് SMECRDFN ഇത്രയും സ്പെല്ലിംഗ് നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളത് പഠിക്കുന്നത് സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്, നോയ്സ്. അങ്ങനെ 8 എണ്ണമാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലുള്ള വേരിയസ് കമ്പോണൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എലിമെന്റ്സ് എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ഇഫക്റ്റീവ്. സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ലീഡ് ടു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ആൻഡ് ഷെയർഡ് ഗോൾസ് എന്ന് പറയുന്നു. വൈൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺസ് ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്ട്. നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ബ്രേക്ക് ഡൗൺസും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാവുക. നേരെ മറിച്ച് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇത് സ്ട്രോങ് ആയിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, so understanding the elements and process of involved in communication can help individual and organization improve their communication skill, ensuring the messages are conveyed clearly and accurately എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക എസ്സേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, ഇവാലുവേറ്റ് ഇറ്റ്സ് പ്രോസസ് ആൻഡ് വേരിയസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ബേസിസിലാണ് നമ്മൾ 2, 3, 4 പേജുള്ള ഒരു എസ്സേ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചിട്ട് പോവുക. അപ്പോൾ ഈ SGO സെക്കൻഡ് സെം BA ഇംഗ്ലീഷിന്റെ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ പറയാം, ഇപ്പൊ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നെങ്കിൽ അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ലൈവ് നടക്കുന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ജോയിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഈ പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷന്റെ പ്രഡിക്ഷൻ ലൈവിന്റെ PDF അവൈലബിൾ ആയിരിക്കും. സോ ഈ ലൈവ് കാണുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനലിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. SGOക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിലവിൽ സെക്കൻഡ് സെമ്മിൽ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BCom, BA മലയാളം, അതുപോലെ തന്നെ PG കോഴ്സസിൽ MA ഇംഗ്ലീഷും MA മലയാളവും ഇത്രയും ക്ലാസ്സുകൾ നമുക്ക് ആക്ച്വലി അവൈലബിൾ ആണ് ക്രാഷ് കോഴ്സിൽ. സോ those who wish to join to the class താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരട്ടെ എന്നുള്ളത്. പ്രഡിക്ഷൻ ലൈവിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാണ് ടീച്ചേഴ്സ്. സോഫാർ നമ്മൾ ഇത്രയും ക്ലാസ് എടുത്ത എക്സ്പീരിയൻസിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത ആ ഒരു അനുഭവ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും മറക്കണ്ട. അപ്പൊ ഈ ഒരു PDF നിങ്ങൾ ജോയിൻ ചെയ്ത് വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വായിച്ചു നോക്കിക്കോളൂ. കൂടി ഈ ലൈവും കേട്ടോളൂ. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഉണ്ട്. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എക്സാം. താങ്ക് യു സോ മച്ച്.